നമസ്കാരം. മീഡിയ വിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം. MP വീരേന്ദ്രകുമാർ അനുസ്മരണവും ഉന്നത വിജയികൾക്കുള്ള അനുമോദനവും എരവട്ടൂരിൽ നടന്നു. RJD ജില്ലാ പ്രസിഡന്റ് MK ഭാസ്കരൻ ഉദ്ഘാടനം ചെയ്തു. RJD എരവട്ടൂർ എരാംപൊയിൽ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ MP വീരേന്ദ്രകുമാർ അനുസ്മരണവും SSLC, +2, LSS, USS ഉന്നത വിജയികൾക്കുള്ള അനുമോദനവും എരവട്ടൂർ ഗോവിന്ദപുരത്ത് സംഘടിപ്പിച്ചു. RJD ജില്ലാ പ്രസിഡന്റ് MK ഭാസ്കരൻ അനുസ്മരണ പരിപാടി ഉദ്ഘാടനം ചെയ്തു. അങ്ങനെ അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ, പാർട്ടി സഖാക്കളെ കൊണ്ട് അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ അദ്ദേഹം ശ്രമിച്ചിരുന്നു എന്നുള്ളത് ഞാൻ പറഞ്ഞു. അദ്ദേഹത്തിന് മരണം തന്നെ ഞാൻ എവിടെയും പറഞ്ഞിട്ടില്ല. പേരാമ്പ്രയിൽ എവിടെയും അറിയില്ല. മരണം അദ്ദേഹം വിചാരിച്ച പോലെ നടത്തുക, മരിക്കുന്ന ദിവസം അദ്ദേഹം തീരുമാനിക്കുക. 2016 നവംബർ 14 എന്റെ പിതാവ് മരിച്ചത്. നവംബർ 13 രാത്രി 9:30 മണിക്ക് അച്ഛനെന്നെ വിളിച്ച ഉടനെ പറയാ, ഭാസ്കരായ ഞാൻ പോവുകയാണ്. ഞാൻ പറഞ്ഞു, അച്ഛനെങ്ങോട്ട് പോന്നു? ഇല്ല, ഞാൻ മരിക്കുകയാണ്. 86 വയസ്സായി, ഇനി ജീവിക്കില്ല, നീ കാര്യങ്ങളൊക്കെ നോക്കണം, എന്നെ കല്ലുകൊണ്ട് കെട്ടിയ കുടിയിൽ സംസ്കരിക്കണം, ദഹനം പാടില്ല, അങ്ങനെ കുറെ കാര്യങ്ങൾ ഏൽപ്പിച്ചു. എനിക്ക് പേടി തോന്നി. ഞാൻ കളിയായിട്ടാണ് അച്ഛൻ പറഞ്ഞതെന്നാണ് വിചാരിച്ചത്. പിന്നെ എൻ്റെ ഭാര്യയെ വിളിച്ചു, കാര്യങ്ങളൊക്കെ പറഞ്ഞു. പിറ്റേന്ന് കാലത്ത് പെങ്ങളെ വിളിച്ചു. അച്ഛൻ എല്ലാ ദിവസവും 11 മണിക്ക് കഞ്ഞി വേണം. അവളെ 10 മണിക്ക് വിളിച്ചു പറഞ്ഞു, ഞാൻ ഉറങ്ങട്ടെ, ഇന്നെനിക്ക് കഞ്ഞി വേണ്ട. അങ്ങനെ 11 മണിക്ക് അച്ഛൻ മരിച്ചു. എൻ്റെ അച്ഛൻ മരിച്ച സമയത്ത് വീരേന്ദ്രകുമാർ വീട്ടിൽ വന്നിരുന്നു. യൂണിറ്റ് പ്രസിഡന്റ് ബിജു സി എരവട്ടൂർ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ഉന്നത വിജയം നേടിയവരെ ജില്ലാ പ്രസിഡന്റ് MK ഭാസ്കരൻ ആദരിച്ചു. പഞ്ചായത്ത് അംഗം KK പ്രേമൻ, മണ്ഡലം പ്രസിഡന്റ് P മോനിഷ, ജില്ലാ കമ്മിറ്റി അംഗം K സജീവൻ മാസ്റ്റർ, GK ബാബുരാജ്, NM അഷ്റഫ്, KM ഭാസ്കരൻ, KP രവീന്ദ്രൻ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. ആദരവിന് വിദ്യാർത്ഥികൾ മറുമൊഴി നൽകി. തുടർന്ന് പേരാമ്പ്ര താലൂക്ക് ആശുപത്രി ഹെൽത്ത് സൂപ്പർവൈസർ PV മനോജ് ആരോഗ്യ ബോധവൽക്കരണ ക്ലാസ് എടുത്തു. ഇപ്പോൾ സർക്കാർ ആശുപത്രികളിലും സ്വകാര്യ ആശുപത്രികളുടെ സ്ഥിതി വളരെ ദയനീയമാണ്. കാരണം നമുക്കൊരു രോഗമായി പോയി ചികിത്സ തേടാൻ കഴിയാത്ത അത്ര രോഗികളുടെ ബാഹുല്യം ഇന്ന് എല്ലാ തലത്തിലും കാണുന്നുണ്ട്, സർക്കാർ ആശുപത്രിയായാലും പ്രൈവറ്റ് ആശുപത്രിയിലായാലും. അപ്പോൾ ഒരു മഴക്കാലം വരുമ്പോഴേക്ക് തന്നെ പലതരത്തിലുള്ള രോഗങ്ങൾ, അത് പലതരത്തിലുള്ള പ്രാണിജന്യ രോഗങ്ങളുണ്ടാകാം, ജലജന്യ രോഗങ്ങളുണ്ടാകാം, അതോടൊപ്പം തന്നെ വായുജന്യ രോഗങ്ങളുണ്ടാകാം. പ്രധാനമായിട്ടും ജലജന്യ രോഗങ്ങളും പ്രാണിജന്യ രോഗങ്ങളും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഭീഷണിയായിട്ട് മുന്നിലുണ്ട്. വിദ്യാർത്ഥികൾ എന്ന രീതിയിൽ സ്കൂൾ തലത്തിൽ ചെയ്യുന്ന കുറേ കാര്യങ്ങളുണ്ട്. രജില KM സ്വാഗതം പറഞ്ഞ ചടങ്ങിന് ഗോവിന്ദദാസ് നന്ദി പറഞ്ഞു. തുടർന്ന് സംഗീത വിരുന്നും നടന്നു. ന്യൂസ് ബ്യൂറോ, മീഡിയ വിഷൻ.